ഹായ്, ഞാൻ സലു. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ബ്രൂൺഫിൽസിയ ലാക്ടിഫോളിയ എന്ന് പറയുന്ന പ്ലാന്റിനെ കുറിച്ചാണ്. നമ്മുടെ നാട്ടിലൊക്കെ അറിയപ്പെടുന്ന എസ്റ്റർഡേ, ടുഡേ, ടുമാറോ അല്ലെ സൺഡേ, മൺഡേ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെർഫ്യൂമിനേക്കാളിലും അല്ലെങ്കിൽ മുല്ലപ്പൂക്കളെക്കാളിലും വെല്ലുന്ന രീതിയിലുള്ള സ്മെല്ലാണ് ഈ ഒരു ഫ്ലവേഴ്സിൽ നിന്നുണ്ടാകുന്നത്. നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. അഞ്ജു മാഡമാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇന്ന് പറഞ്ഞു തരുന്നത്. എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പുതുവത്സരാശംസകൾ. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന പ്ലാന്റിൻ്റെ പേര് സൺഡേ, മൺഡേ, എസ്റ്റർഡേ, ടുഡേ, ടുമാറോ എന്നൊക്കെ പറഞ്ഞൊരു പ്ലാന്റാണ്. ഇത് നാടൻ വെറൈറ്റിയും ഉണ്ട്, ഹൈബ്രിഡും ഉണ്ട്. നാടൻ വെറൈറ്റിയിൽ വർഷത്തിൽ 1-2 പ്രാവശ്യമേ പൂക്കളുണ്ടാകത്തുള്ളൂ. ഹൈബ്രിഡിൽ എപ്പോഴും പൂക്കളുണ്ടാകും. നാടനും ഹൈബ്രിഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നാടൻ നല്ല ഹൈറ്റിൽ പോകും, നമ്മൾ കട്ട് ചെയ്ത് നമുക്കിഷ്ടമുള്ള രീതിയിൽ നിർത്താം. ഹൈബ്രിഡ് ആണെങ്കിൽ അത്രയും വലിപ്പം വെക്കത്തില്ല. പിന്നെ ഹൈബ്രിഡ് പ്ലാന്റിന് എന്നും പൂക്കളുണ്ട്. പ്ലാന്റ് വീട്ടിലുള്ളവർക്കറിയാം. ഇത് തമ്മിലുള്ള വ്യത്യാസം അതാണ്. പിന്നെ നല്ല മണമുള്ള പ്ലാന്റാണ്. ഇത് 14 വർഷമായി നമ്മുടെ വീട്ടിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. എല്ലാ വർഷവും മുടങ്ങാതെ പൂക്കൾ തരുന്നുണ്ട്. വെയിലുള്ള സമയത്താണ് ഇതിൻ്റെ പൂക്കൾ ഇടാറ്. അതുകൊണ്ട് ഡിസംബർ മാസങ്ങളിലൊക്കെ പൂക്കളുണ്ട്. ഇതിപ്പം പൂക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ നല്ല നിറയെ ഇല കാണാത്ത പോലെ പൂക്കളുണ്ടാവും. ഇതിൻ്റെ മൊട്ടുകൾ പോലും നമ്മൾ വരുന്നത് പോലും അറിയത്തില്ല. കാരണം പെട്ടെന്നാണ് ചെടി നിറയെ പൂക്കളാകുന്നത്. ഇവിടെ പത്തനംതിട്ടയിൽ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് വെയിൽ നല്ലതായിട്ട് കിട്ടിയിട്ടില്ല. അപ്പം വെയിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം പൂക്കൾ നല്ലതായിട്ട് ആയിക്കോളും. ഹൈബ്രിഡും അതുപോലെ തന്നെ നല്ല വെയിലുള്ളിടത്ത് വേണം നമ്മൾ നട്ട് വളർത്താൻ. ഈ ചെടിക്ക് പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്യണ്ട. നമ്മൾ സാധാരണ വളമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഒരു പൂ തന്നെയാണ് 3 കളറായിട്ട് മാറുന്നത്. വിടരുമ്പോൾ ഒരു കളറ്, പിന്നെ പിറ്റേ ദിവസം വേറൊരു കളറ്. അങ്ങനെ പല പൂക്കളാകുമ്പോൾ പല കളറിൽ നമുക്കൊരു ചെടിയെ തന്നെ ഈ പൂ നിൽക്കുന്നത് കാണാൻ പറ്റും. ഇതിൻ്റെ ഹൈബ്രിഡിൻ്റെ തൈ ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. നേരത്തെ ഈ പ്ലാന്റിൻ്റെ തൈ കുറേ പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് 100 രൂപ മുതലാണ് എൻ്റെ കയ്യിലിരിക്കുന്ന തൈ. ഹൈബ്രിഡ് പ്ലാന്റ് അധികം വലിപ്പമൊന്നും വേണ്ട, ചെറുതിലേ പൂക്കും. ചെറുതായിരിക്കുമ്പോൾ തന്നെ അതിൽ പൂക്കളുണ്ടാകും. ഓരോ തണ്ടയിലുമാണ് പൂക്കൾ. ആ പൂക്കൾ നമുക്ക് മൊട്ട് വരുന്ന ഒന്നും നമുക്കറിയത്തില്ല. പെട്ടെന്ന് അത് നിറയെ പൂക്കളാകുന്നത് 1-2 ദിവസം കൊണ്ടാണ് ചെടി നിറയെ പൂക്കൾ വരുന്നത്. നല്ല വെയിലായി കഴിയുമ്പോഴത്തേക്ക് ചെടി നിറച്ചും പൂക്കളുണ്ടാകും. നടുന്ന രീതികളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. വീടിനോട് ചേർന്ന് തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്. വെയിലുള്ള ഭാഗത്ത് സെറ്റ് ചെയ്താൽ മതി. പിന്നെ എല്ലുപൊടിയും ചാണകപ്പൊടിയും ഇടയ്ക്ക് ഇട്ട് കൊടുക്കണം. തറയിലാണ് നട്ടേക്കുന്നതെങ്കിൽ മണ്ണിളക്കിയിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ നല്ലതാണ്. നിറയെ പൂക്കൾ ഉണ്ടാകുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി കൂടുതൽ കാണുന്നത്. ഇത് നിറയെ പൂക്കളുണ്ടാവും ഈ ചെടിയിൽ. ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിലും ഇതിൻ്റെ തൈയുണ്ട്. ഇത് നടുന്നത് ഇച്ചിരി ചാണകപ്പൊടി, കുറച്ച് എല്ലുപൊടി, നമ്മുടെ സാധാരണ മണ്ണും ഇത് മിക്സ് ചെയ്ത് ഒരു പോട്ടിനകത്തോട്ടാക്കിയാൽ മതി. പിന്നെ നടുമ്പോൾ കൂടുതലും നിങ്ങൾ മൺചട്ടി കിട്ടുവാണെങ്കിൽ അതായിരിക്കും തിരഞ്ഞെടുക്കുന്നത് നല്ലത്. കാരണം വെയിലത്ത് വെക്കുമ്പോൾ പ്ലാസ്റ്റിക് ചട്ടിയൊക്കെ ആയിട്ടും നല്ലത് മൺ പോട്ടായിരിക്കും നല്ലത്. കുറച്ച് കരിയില ആദ്യം ഇടുക. ഏത് ചെടി നടുമ്പോഴും കുറച്ച് കരിയിലയോ മിറ്റിലോ ഒക്കെ ആദ്യം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. വെള്ളം വാർന്നു പോകാനും ഒക്കെയാണ്. പിന്നെ അത് വളവും കൂടാണ്. പിന്നെ നമ്മൾ വാങ്ങിക്കുന്ന തൈ ഏത് ചെടിയാണെങ്കിലും കവറ് പൊട്ടിക്കുമ്പോൾ അടിയിൽ കുറച്ച് മണ്ണ് മാറ്റിയതിന് ശേഷം ചട്ടിക്കകത്തോട്ട് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. ഇതിനകത്ത് എല്ലുപൊടിയും ചാണകപ്പൊടിയും മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. സാധാരണ മണ്ണും അല്ല ചകിരിച്ചോറോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കാലാവസ്ഥയുമായിട്ട് നല്ലതായിട്ട് പിടിക്കുന്ന ഒരു ചെടിയാണ്. പിന്നെ ഇതിൻ്റെ കമ്പൊക്കെ നട്ട് പിടിപ്പിക്കാൻ കുറച്ച് താമസമാണ്. സ്ലോ ഗ്രോത്തായിട്ട് നമ്മൾ കമ്പ് നട്ടാൽ പിടിക്കത്തുള്ളൂ. പക്ഷേ ഹൈബ്രിഡ് തൈ നമ്മൾ വാങ്ങിച്ച് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് ഈ വലുപ്പമുള്ള ചെടിയെ തന്നെ നിറയെ പൂക്കളുണ്ടാവും. ഇത്രയും വലുപ്പം മതി ചെടിക്ക്, പക്ഷേ ഇത് പൂക്കളുണ്ടാവും.
ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ രീതി എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു പ്ലാന്റിൽ തളിരായിട്ട് വരുന്ന സ്റ്റെം ഉണ്ടല്ലോ, അത് വന്നിട്ട് ഒരു 6-7 ലീവ്സ് താഴെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം താഴത്തെ 3-4 ലീവ്സ് കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കിയതിന് ശേഷം അതിലേക്ക് കുഴിച്ചു വെക്കുക. ഒരു 2 ആഴ്ച കൊണ്ട് തന്നെ വേര് പിടിച്ച് കിട്ടും. പക്ഷേ ഒരു 10 സ്റ്റെം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം 5 എണ്ണമൊക്കെ പിടിച്ച് കിട്ടത്തുള്ളൂ. അപ്പം അതൊന്ന് നോക്കുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതുപോലെ സൺലൈറ്റ് നല്ലപോലെ കിട്ടുന്ന ഭാഗത്ത് വേണം ഈ ഒരു പ്ലാന്റ് വെക്കാനായിട്ട്. പോട്ടിൽ വെക്കുന്നതിനേക്കാളും തറയിൽ നടുന്നതാണ് നാടൻ ചെടിക്ക് ഏറ്റവും നല്ലത്. ഹൈബ്രിഡ് വെറൈറ്റി ആണെങ്കിൽ തീർച്ചയായിട്ടും പോട്ടിൽ വെക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയാണ്. കാരണം ഒരുപാട് മഴയൊക്കെയുള്ള സമയത്താണെങ്കിൽ നമുക്ക് ആ ഒരു പ്ലാന്റ് ഷെയ്ഡുള്ള ഭാഗത്തേക്ക് വെക്കുകയാണെങ്കിൽ പൂക്കൾ പെട്ടെന്ന് ഫെയ്ഡാവാതെ നോക്കും. ഇത് ഈ ഒരു പ്ലാന്റിൽ യെസ്റ്റർഡേ ടുഡേ ടുമാറോ എന്നൊരു പേര് വരാൻ കാരണം ആദ്യം വരുന്ന പൂക്കൾ നല്ല വയലറ്റ് കളറും, രണ്ടാമത്തെ ദിവസം വരുമ്പം അതൊരു ലാവൻഡർ കളറും, അവസാനത്തെ ദിവസം അതൊരു വൈറ്റ് കളറുമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന്